ബണ്ട്വാൾ പറങ്കിപ്പേട്ടയിലെ കാനറ ബാങ്ക് ശാഖ കൊള്ളയടിക്കാൻ ശ്രമം. ബാങ്ക് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ സ്ലാബ് തുറന്നാണ് കവർച്ചാശ്രമം നടത്തിയത്. എന്നാൽ ബാങ്കിൽ നിന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് പ്രാഥമിക വിവരം. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രിയിലായിരിക്കാം കൊള്ളക്കാർ അകത്ത് കടന്നതെന്നാണ് സംശയിക്കുന്നത്. വിവരമറിഞ്ഞ് ദക്ഷിണ കന്നഡ പോലീസ് സൂപ്രണ്ട് ഡോക്ടർ അരുൺകുമാർ, ബണ്ട്വാൾ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ അനന്തപത്മനാഭ, SI മഞ്ജുനാഥ് തുടങ്ങിയവർ സ്ഥലത്തെത്തി. 2015 ചെറുവത്തൂരിലെ വിജയ ബാങ്ക് ശാഖ കൊള്ളയടിച്ചതിന് സമാനമായ രീതിയാണ് പറങ്കിപ്പേട്ടയിലും കൊള്ളക്കാർ അവലംബിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ബാങ്ക് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലെ കടമുറി വാടകയ്ക്കെടുത്ത് ബാങ്കിന്റെ സ്ട്രോങ് റൂമിലേക്ക് തുരങ്കമുണ്ടാക്കി അകത്ത് കടന്ന് 19 കിലോ സ്വർണവും 2.95 ലക്ഷം രൂപയും കൊള്ളയടിക്കുകയായിരുന്നു എന്നാണ് അന്ന് ചന്തേര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ്. കുടകിൽ താമസക്കാരനായിരുന്ന സുലൈമാൻ, കാഞ്ഞങ്ങാട്ടെ അബ്ദുൽ ലത്തീഫ്, ആവിക്കരയിലെ മുബഷീർ, കാസർകോട്ടെ മനാഫ്, ഇടുക്കി സ്വദേശികളായ രാജേഷ്, മുരളി, കുടക് സ്വദേശി അഷ്റഫ് എന്നിവരെയാണ് വിജയ ബാങ്ക് കൊള്ളക്കേസിലെ പ്രതികൾ.